ഇന്നത്തെ മോർണിംഗ് വൈബിൻ്റെ അതിഥി ഇതാ ഈ നിൽക്കുന്ന ഇവനാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 അതിഥികൾ. അത് അത്യാവശ്യം കേരളം അറിയപ്പെടുന്ന പ്രശസ്തർ കൂടി ആകുമ്പോൾ ഈ കുഞ്ഞിടം കാണാൻ അവരൊക്കെ വന്നു കഴിയുമ്പോൾ ഗ്രീൻ ഹെവന് ഒരുപാട് സന്തോഷമാണ്. ആ സന്തോഷം നമ്മുടെ ഗ്രീൻ ഹെവൻ ഫാമിലിയിലേക്കും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനൽ നിങ്ങൾക്കറിയാം, ബോയ് ഇൻ ബ്ലാക്ക് ടീ എന്ന് പറയും. കാരണം ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടർ അടിച്ചു പോകും. ഐ ഡോണ്ട് നോ, ഇത് വാക്കുകളിലൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ വന്ന് നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ ഹായ്. അപ്പോൾ സ്വന്തം ഒന്ന് പരിചയപ്പെടുത്തും ആദ്യം. എൻ്റെ പേര് ബഷീർ എന്നാണ്, കൊടുങ്ങല്ലൂർ നിന്നാണ് വരുന്നത്. അങ്ങനെ പറയുന്നത് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ചാനലിന്റെ ആളാണ്, അതും കൂടെ പറയൂ. എൻ്റെ ചാനൽ നിങ്ങൾക്കറിയാം, ബോയ് ഇൻ ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതലും മോട്ടിവേഷൻ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ വയനാട് ഞങ്ങളൊരു 5-6 ദിവസമായിട്ടുണ്ട്, കുറച്ച് ഷൂട്ടിന് വന്നതാണ്. അപ്പോൾ വയനാട് വരുമ്പോൾ എന്തായാലും കാണാതെ പോകാൻ പാടില്ല എന്ന് എന്നോട് ഹരീഷ് തളിയിൽ പറഞ്ഞ ആളാണ് എൻ്റെ പിന്നിൽ ക്യാമറ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇത് ഫവാസ്, സനീഷ് വയനാട് സ്വദേശിയാണ്, ഫൈസൽ, ഇവര് രണ്ടുപേരാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇവിടെ വന്നപ്പോഴും ഞാനേ ഇതൊക്കെ മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. കാരണം ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടർ അടിച്ചു പോകും. പിക്ചർ പ്ലാന്റ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കര ഇത്രയുള്ളതെന്ന് നമ്മൾ വിചാരിക്കുക, പക്ഷെ ഇത് ഇത്രയുള്ളതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുപോലെ ഇവിടെ ഉള്ളൊരു 5-6 വെറൈറ്റീസിന്റെ പേര് നമുക്കറിയാം, ബാക്കിയെല്ലാം എന്താണ് ഏതാണ് ഒരു, പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഭയങ്കര തണുപ്പും ഇത് പരിചരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആലോചിക്കുമ്പോൾ ഷനിലിനോട് ഭയങ്കരമായ ബഹുമാനവും ഐ ഡോണ്ട് നോ, ഇത് വാക്കുകളിലൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ വന്ന് നിങ്ങൾ എന്തായാലും കാണണം, എന്നാലേ കറക്റ്റ് മനസ്സിലാവും. ഇഷ്ടപ്പെട്ടു. വളരെ കുറച്ച് സ്ഥലത്ത് തന്നെ വളരെ കലാപരമായിട്ട് തന്നെ അത് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് അവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര കുറച്ച് സ്ഥലത്ത് നല്ല കലാപരമായിട്ട് ചെയ്ത് ആദ്യമായിട്ടാണ് ഒരു കറക്റ്റ് ആണ് അല്ലേ. 1.5 സെന്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് 5.5 സെന്റാണ് പ്രോപ്പർട്ടി ടോട്ടൽ ഉള്ളത്. അതിൽ ബാലൻസ് ഉള്ള 1.5 സെന്റ്, അതായത് ഒരു മുറ്റം എന്ന് തന്നെ പറയാം. മുറ്റത്തിന്റെ 4 ഭാഗവും. പ്രത്യേകിച്ച് സനീഷൊക്കെ വയനാട്ടിൽ ചെടികളുടെ ഇടയിൽ കടന്നു വളരുന്ന ആൾക്കാരാണ്. അതെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയ ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് മാത്രം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും വന്ന് കണ്ടിട്ട് എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും നല്ലത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. താങ്ക് യു സോ മച്ച്.